വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണിത്. ഈ ഒരു വീഡിയോ ഭയങ്കര സ്പെഷ്യൽ ആണ്. കാര്യം വേറെ ഒന്നല്ല, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ബർത്ത്ഡേയും അതുപോലെ തന്നെ നമ്മുടെ മോക്ക് ബേബി ഡേയും ആണ് ഇതിനകത്ത്. ഫ്രഷ്നപ്പായി നേരെ കോളേജിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. കാര്യം ഭയങ്കര ഹരി ബെറി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും കറക്റ്റ് സമയത്ത് ഒന്നിച്ച് വരണമെന്ന് പറഞ്ഞെങ്കിലും കുറെ ആൾക്കാരൊക്കെ താമസിച്ചാണ് വന്നത്. അതുകൊണ്ട് വന്നവരായിട്ട് ഓരോരുത്തർ പ്രൊജക്ട് ഒക്കെ സബ്മിറ്റ് ചെയ്ത് പോവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓൾറെഡി നമ്മുടെ ക്ലാസ്സിൽ നിന്ന് 7 ഗ്രൂപ്പായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ 2-3 ഗ്രൂപ്പിന്റെ ഒക്കെ മോക്ക് ബേബി ഇന്നലെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പേർക്കായിരുന്നു ഇന്നുണ്ടായിരുന്നു. നമ്മുടെ ലീഡർ റുക്സാന ആയിരുന്നു. ഞങ്ങൾ 5 പേരുണ്ടെങ്കിലും അവളായിരുന്നു ഇതിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് എടുത്ത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞും ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. വന്ന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ മോക്ക് വേവ് ഒക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാനായിട്ട്. എന്റെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല, ബാലൻസും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ആരെ കോൺടാക്ട് ചെയ്യാനും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറെ വീഡിയോസ് ഒന്നും എടുക്കാനും പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാനും ആമിനായും സാനുവും കൂടെ ഉള്ള കുറെ ദിവസത്തെ പ്ലാനിങ്ങിന് ശേഷമാണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് 3 പേർക്കും ക്ലാസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒന്നിച്ച് പോയി ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പലരും പലതായിട്ടായിരുന്നു ഗിഫ്റ്റ് ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്ന ഈച്ച് ആൻഡ് എവറി സാധനം അവർക്ക് ഇഷ്ടപ്പെടുമെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം നമ്മുടെ കൂട്ടത്തിലെ ഗ്രീൻ ഡ്രസ് ഇട്ടിരിക്കുന്നത് ഷിഫയുടെ കസിനും കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവളുടെ വിഷ് ലിസ്റ്റിലുള്ള കുറെ സാധനങ്ങളൊക്കെ നമുക്ക് ഇതിൽ ആഡ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു സർപ്രൈസിന്റെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്തായാലും ബർത്ത്ഡേയുടെ ടൈമിൽ ഇവരുടെ വക ഗിഫ്റ്റ് കിട്ടുമെന്നുള്ള കാര്യം. പക്ഷെ അത് എങ്ങനെ എവിടെ വെച്ച് എന്ത് എന്നുള്ളതൊന്നും ആർക്കും ഐഡിയ കാണത്തില്ല. ഇപ്പൊ തന്നെ ഷിഫായും കോളേജിൽ സൈൻ ചെയ്യാനും പ്രൊജക്ട് സബ്മിറ്റ് ചെയ്യാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ ഇത്തി ഹൈസും ഒക്കെ ആയിട്ട് വന്നതുകൊണ്ട് തന്നെ കോളേജിൽ എത്താനായിട്ട് കുറച്ച് താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ നേരം കൊണ്ടാണ് ഞാൻ കോളേജിൽ നിന്ന് ചാടിപ്പോയിട്ട് ഈ കണ്ട സാധനങ്ങളെല്ലാം അവളുമാരായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കേക്ക് കട്ടിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആലപ്പുഴയിൽ അച്ചാൻസ് കഫേയിൽ വെച്ചിട്ടാണ്. ഈ ഒരു കേക്ക് ഞാനായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതായത് ഉമ്മച്ച് ചെയ്തിട്ട് ഞാൻ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തതായിരുന്നു. നല്ലൊരു അടിപൊളി സ്പാനിഷ് ഡിലൈറ്റിന്റെ കേക്ക് ആയിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ല റിച്ച് ഫ്ലേവറിലുള്ള ഒരു അടിപൊളി. ഈ ഒരു കഫേനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ സാനുവിന്റെ ബർത്ത്ഡേക്ക് ഈ ഒരു കഫേയിൽ വെച്ചിട്ട് തന്നെയായിരുന്നു കേക്ക് കട്ടിംഗ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അന്ന് തന്നെ നമുക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഇവരുടെ കസ്റ്റമർ സർവീസും ആ ഒരു ട്രീറ്റും ഒക്കെ. ഗിഫ്റ്റ് ഒക്കെ നേരത്തെ നമ്മൾ പ്ലാൻ ചെയ്തെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒരു കഫേ വെച്ച് ഇപ്രാവശ്യം നടത്താനായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷെ നമുക്ക് ഒത്ത കഫേയൊന്നും അങ്ങനെ കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ ഇവിടെ തന്നെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതൊരു നല്ല ഡിസിഷൻ ആയിരുന്നു. നമുക്ക് അവിടെ ഫ്രീ ആയിട്ട് നല്ല കാം ആയിട്ട് ഇരുന്ന് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവരുമായിട്ട് ചിൽ ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പേസ്. ഷിഫാനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ കുറെ നാളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. സാനു എന്റെ കസിനാണ്, അതുപോലെ തന്നെ ഷിഫായുടെയും കസിനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മ്യൂച്വലി നല്ലപോലെ അറിയാവുന്ന ആൾക്കാരാണ്. +2 +1 ടൈമിലൊക്കെ നമ്മൾ ഒരു സ്കൂളിൽ തന്നെയായിരുന്നു, പല പല ക്ലാസ്സിൽ. പക്ഷെ ആ ടൈമിലൊന്നും വലിയ നല്ല ടേംസിലൊന്നും അല്ലായിരുന്നു പൊക്കോണ്ടിരുന്നത്. ഇപ്പൊ അങ്ങനെയൊന്നും അല്ല. ഈ കഴിഞ്ഞ 3 വർഷത്തെ എന്റെ കോളേജ് ലൈഫിന്റെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് ഷിഫായും സാനു ആമിനായുമാണ്. നമ്മൾ 4 പേരും കൂടെ മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്ര എൻജോയും ചെയ്തിട്ടുണ്ടായിരുന്നു. കട്ട് ചെയ്ത് ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡും കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഓക്കെ, ബൈ. ഹിമമഴയായി വരും ഹൃദയം